പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലെ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന ഭാഗം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 26, 27, 28 വാക്യങ്ങളാണ്. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹഗുഹയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ദാരിയാവേസിന്റെ വാഴ്ചയിലും പാർസി രാജാവായ ഖുരേശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിലെ അതിശക്തമായ ഒരു കഥാപാത്രമാണ് ദാനിയേൽ എന്ന് പറയുന്ന ആള്. പ്രൈസ് ലോർഡ്. ദാനിയേലിന്റെ പുസ്തകം ഒരു വേദപഠിതാവിന് നന്നായിട്ട് പഠിക്കുവാനും വായിക്കുവാനും ദാനിയേലിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികളെ നമുക്ക് കാണാനും കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവുമായിട്ടുള്ള വലിയ പഠനം നമുക്കിതിനകത്ത് പഠിക്കാനും കഴിയും. ഹല്ലേലൂയ. ഇവിടെ ദാരിയാവേസ് രാജാവ് ഹല്ലേലൂയ തന്റെ കൽപ്പനയാൽ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇട്ടുകളയുക. തുടർന്ന് ദാനിയേലിനെ ആ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിക്കുന്നു. ദാനിയേലിന്റെ ഉയർച്ചയും ദാനിയേൽ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുമാണ് നാം വായിച്ചു കേട്ട ദൈവത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ, ദാനിയേലിന്റെ ദൈവത്തെക്കുറിച്ച് രാജാവ് പറയുന്നത് അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ ഹല്ലേലൂയ സന്നിധിയില് ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നും കാണും. അതിന് ആ ഭാഗം വായിക്കും കണ്ടുണ്ട് അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഈ രാജാവ് പറയാണ് നമ്മുടെ ദൈവം രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. തിരിച്ചു താഴോട്ട് വായിച്ചു വരുമ്പോൾ ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മളെ ഭാഗം വായിച്ച് അവിടെ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിനെന്ന് പറയുന്നത് അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രശ്നം മികച്ച ദൈവിക ജ്ഞാനവും സാമർഥ്യവും നിറഞ്ഞ ശക്തനായ പ്രവാചകനായിരുന്നു ദാനിയേൽ. വളരെ ദൈവികമായ ജ്ഞാനം, സാമർഥ്യം, നല്ല ശക്തനായ പ്രവാചകനായിരുന്നു ദാനിയേൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാനിയേൽ കർത്താവിനെ ശക്തമായി സേവിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്തു എന്ന് ദാനിയേലിനെ കുറിച്ച് പഠിക്കും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ കർത്താവ് ദാനിയേലിനെ വളരെ സ്നേഹിച്ച് വിശേഷിച്ച ജ്ഞാനവും കൃപയും അവന്റെ മേൽ പകർന്നു. ബാബേൽ ദേശത്തുള്ള സകല ജ്ഞാനികളിലും വെച്ച് ദാനിയേൽ 10 ഇരട്ടി വിശിഷ്ടനായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവന് ദൈവം കൊടുക്കുന്ന കൃപയാണ്. ഹല്ലേലൂയ. അപ്പൊ നാം എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നോ, ദൈവത്തോട് ചേർന്നിരിക്കുന്നോ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ ദാവീദിന് ദൈവം ബാബേലിലുള്ള സകല ജ്ഞാനികളെക്കാളും അതിവിശിഷ്ടമായ ദൈവികമായ ജ്ഞാനവും കൃപയും നൽകി ആ ദേശത്ത് അവനെ വിശിഷ്ടനാക്കി മാറ്റിയതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം ഓരോ ഭക്തന്മാരെയും സകലവിധ ജ്ഞാനവും കൃപയും കൊണ്ട് നിറച്ച് ദേശത്ത് വിശിഷ്ടനാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വലിയ ലക്ഷ്യമുണ്ട്. ചിലരെ കുറിച്ചുള്ള പ്ലാൻ ഉണ്ട്. ദൈവം അതിനുവേണ്ടി ചിലരെ ഉപയോഗിക്കും. രക്തം ചെയ്യും. നിങ്ങൾ ദാനിയേലിനെ പോലെ ഉറപ്പോടെ നിൽക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതികൾ തന്നെ മാറി ഹല്ലേലൂയ ദൈവം പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഈ ദാനിയേലിനെ കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗ്രന്ഥത്തിന്റെ എഴുത്തുകാരൻ ദാനിയേലാണ് എന്ന് കർത്താവ് തന്നെ സ്ഥിരീകരിക്കുക.
മത്തായിയുടെ സുവിശേഷം 24:15 മർക്കോസ് 13:14 ദാനിയേൽ എന്ന കാണാൻ കഴിയും. ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായാധിപതി എന്നാണ്. ഹല്ലേലൂയ. BC 606 ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസർ ആദ്യമായി യെരൂശലേം ആക്രമിച്ചപ്പോൾ ഏകദേശം 16 വയസ്സുള്ള ദാനിയേലിനെയും അവന്റെ 3 സ്നേഹിതന്മാരെയും മറ്റു പ്രവാസികളോടൊപ്പം ബാബേലിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. ദാനിയേൽ രാജകുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. ദാനിയേൽ രാജകുടുംബത്തിൽപ്പെട്ടവനാണ്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അവനെ കൊട്ടാരത്തിലേക്ക് ഏത് വിഭാഗത്തിൽപ്പെടുത്തി എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ബാബേലിലെ ഏറ്റവും വലിയ ജ്ഞാനിയായും ഹല്ലേലൂയ സ്വപ്ന വ്യാഖ്യാതാവായും ദാനിയേൽ അറിയപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ നെബൂഖദ്നേസർ, ബേൽശസ്സർ, ദാരിയാവേശ്, കോരേശ് എന്നീ 4 രാജാക്കന്മാരുടെയും കാലത്ത് ദാനിയേൽ ഉന്നത പദവിയിൽ ശോഭിച്ചിരുന്നു. ഹല്ലേലൂയ. ദാനിയേലിന്റെ സ്വഭാവം വൈശിഷ്ട്യത്തെ പ്രകീർത്തിക്കാതിരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. താൻ കറ തീണ്ടിയിട്ടില്ലാത്ത ഒരു നല്ല നീതിമാനായിരുന്നു. തന്റെ ജീവിത വിശുദ്ധി അത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. ദാനിയേൽ ഇത്രമാത്രം വിശിഷ്ടനായി തീരുമാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ബാബേലിൽ അനവധി മന്ത്രവാദികളും തന്ത്രശാലികളും വിചാരകന്മാരും വെളിച്ചപ്പോളന്മാരും വെളിച്ചദൂതന്മാരും ഒക്കെ ഉണ്ട്. അവർക്ക് വിശിഷ്ടമായ ജ്ഞാനം കൊണ്ട് ബാബേൽ ജ്ഞാനത്ത് നിറയപ്പെട്ടവരാ. എന്നാൽ ഈ പ്രവാസിയായി ബാബേലിലെത്തിയ ദാനിയേല് അവിടെയുള്ള സകല ജ്ഞാനികളെക്കാൾ വിശിഷ്ടനായ ജ്ഞാനിയായി, അതിശ്രേഷ്ഠനായി ദാനിയേൽ അവിടെ മാനിക്കപ്പെടാൻ കാരണം ഹല്ലേലൂയ എന്താണെന്നുള്ളതാണ്. കാരണം അവൻ വിശുദ്ധിയോടെ ജീവിക്കുവാനായി അവൻ നല്ലൊരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അവൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നല്ലൊരു തീരുമാനം ദാനിയേൽ എടുത്തത് ദൈവത്തിന് ഇഷ്ടമായി. തന്നെ ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയാലും താൻ പ്രവാസകാലത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം മറ്റൊരു രാജ്യത്തിന്റെ തീരുമാനങ്ങൾക്കും മറ്റൊരു രാജ്യത്തിന്റെ അനുഷ്ഠാനങ്ങൾക്കും അവിടുത്തെ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും അവിടുത്തെ ഭക്ഷണപാനീയങ്ങൾ കൊണ്ടും തന്നെ അശുദ്ധമാക്കിയില്ലെന്ന് ദാനിയേൽ നല്ല ഉറപ്പുള്ള തീരുമാനമുള്ളവനായിരുന്നു. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടം പോലല്ല, ചെല്ലുന്ന സ്ഥലത്തുനിന്ന് കിട്ടുന്നതെല്ലാം വാങ്ങി തിന്നുന്ന ജോലിയൊന്നും ദാനിയേലിനില്ലായിരുന്നു. ഇപ്പോഴത്തെ രീതി എന്താ? എവിടെ ചെന്നാലും കണ്ണിക്കാണതെല്ലാം കിട്ടുന്നത് മേടിച്ച് അവരോട് അവർ പറയും എല്ലാ സ്വോത്രം പറഞ്ഞ് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇപ്പോഴത്തെ ആളെ പോലൊന്നും അല്ല കേട്ടോ. ഇപ്പോഴത്തെ ശുശ്രൂഷകന്മാരെ പോലൊന്നും അല്ല ദാനിയേൽ വളരെ വിശുദ്ധനായിരുന്നു. ഹല്ലേലൂയ. ദാനിയേലും വേണമെങ്കിൽ നമ്മൾ പറയുന്ന പോലൊക്കെ വേണമെങ്കിൽ പറയാം, ഏതെങ്കിലും രാജ്യത്ത് നിന്ന് എല്ലാ സ്വോത്രത്തോടെ കഴിച്ചാൽ മതി എന്ന് വേദപുസ്തകം പറഞ്ഞിട്ട് ദാനിയേലും വേണ്ട ചെയ്യാമായിരുന്നു. പക്ഷേ ദാനിയേൽ അത് ചെയ്തില്ല. ദാനിയേൽ ഇസ്രായേലിന്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞവനാണ്. പ്രൈസ്. ഇസ്രായേലിന്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവ സാന്നിധ്യം എന്തെന്ന് മനസ്സിലാക്കിയവനാണ്. ദൈവം മറ്റുള്ളവർക്കില്ലാത്ത അതിവിശിഷ്ടമായ ജ്ഞാനം കൊടുത്ത് കൃപ കൊടുത്ത് നിറഞ്ഞ് ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്നവനാണ് ദാനിയേൽ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നിങ്ങൾ വിശുദ്ധമായ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ദാനിയേലിനെ പോലെ വിശുദ്ധി നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നെങ്കിലേ ദൈവം നിങ്ങളിൽ സകല ജ്ഞാനവും കൃപയും പകർന്ന് അതിവിശിഷ്ടനായി നിങ്ങളെ മാനിക്കത്തുള്ളൂ, ശ്രേഷ്ഠനായി മാനിക്കത്തുള്ളൂ. അപ്പം ദാവീദ് ബാബേലിലേക്ക് പോകുമ്പോൾ തന്നെ വളരെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് തന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തന്നെത്താൻ അശുദ്ധമാക്കിയില്ലെന്ന് തന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ബാബേലിലെ പ്രവാസകാലം ഏകദേശം 70 വർഷമാണ്. ഹല്ലേലൂയ. ദാനിയേൽ തന്നെ പ്രവചിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 70 വർഷവും ബാബേലിൽ തന്നെ അശുദ്ധമാക്കിയില്ല, മലിനമാക്കിയില്ലെന്ന് ഉറപ്പുള്ള തീരുമാനമെടുത്ത് ഇസ്രായേലിന്റെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവം കൊടുത്ത അതിവിശിഷ്ടമായ ജ്ഞാനവും കൃപയും കാത്തു സൂക്ഷിപ്പാൻ ദാവീദ് എന്ന് ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യനെ കഴിഞ്ഞെങ്കിൽ, ദാനിയേൽ രാജാവിന് കഴിഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ അതിവിശിഷ്ട ജ്ഞാനത്താൽ നിറയപ്പെട്ട് ദാനിയേലിനെ പോലെ നിങ്ങൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം വേദപുസ്തകത്തിൽ അനവധി ഭക്തന്മാരെ നമുക്ക് കാണാം, വിശുദ്ധി ജീവിച്ചവരെ. അവരെയൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ.
ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ എന്തായിരുന്നു ദാനിയേലിന്റെ അല്ലെങ്കിൽ സ്തോത്രം വിശുദ്ധി എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ഒരു ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദാനിയേലിന്റെ ഹൃദയത്തിലെ തീരുമാനം അവിടെ രേഖപ്പെടുത്തുക. എന്താണ് തീരുമാനം? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. തീരുമാനം: എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഹല്ലേലൂയ. ബാബേലിലേക്ക് പോകുമ്പോൾ തന്നെ പുള്ളി തീരുമാനം എടുത്തു. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്, രാജാവിന്റെ അരമനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രാജകൊട്ടാരത്തിൽ നല്ല ഭോജനമുണ്ട്. രാജാക്കന്മാർ കഴിക്കുന്ന, രാജാവ് കഴിക്കുന്ന നല്ല ഭോജനമുണ്ട്, രുചിയേറിയ ഭോജനമുണ്ട്. ആ രാജഭോജനം കൊണ്ട് അല്ലെങ്കിൽ അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ലെന്ന് തന്റെ ഹൃദയത്തിൽ ഉറച്ച തീരുമാനമാണ്. ഹല്ലേലൂയ. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുത് എന്ന് ഷണ്ഡാധിപനോട് ആമേൻ അപേക്ഷിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഷണ്ഡാധിപനോട് ദാനിയേൽ പറയുകയാണ്, എനിക്ക് അശുദ്ധി വരുത്തരുത് എന്ന്. ഹല്ലേലൂയ. അപ്പം ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഹല്ലേലൂയ. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദാനിയേലും തന്നോട് കൂടെയുള്ളവരും തങ്ങളെ തന്നെ അശുദ്ധമാക്കാതെ, രാജാവിന്റെ ഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും തങ്ങളെ തന്നെ അശുദ്ധമാക്കാതെ തങ്ങൾ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചെന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. ഇവിടെ നാം ദാനിയേലിലുള്ള ബന്ധത്തിൽ നാം ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയങ്ങൾ എത്രയെന്ന് നമുക്കറിയില്ല. നമ്മുടെ ആയുസ് എത്ര നമുക്കറിയില്ല. എത്ര നാൾ നമ്മൾ ജീവിക്കുന്നു, എത്ര കാലം ജീവിക്കുന്നു നമുക്ക് ഉറപ്പില്ല. പക്ഷേ നാം ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം, ഹല്ലേലൂയ, ഈ ഭൂമിയിലെ യാതൊരുവിധ വസ്തുതകൾ കൊണ്ടും നമ്മെ മലിനമാക്കുകയോ അശുദ്ധമാക്കുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. അത് നമ്മുടെ വസ്ത്രം കൊണ്ടായിരുന്നാലും, നമ്മുടെ ഭക്ഷണം കൊണ്ടായിരുന്നാലും, നാം കുടിക്കുന്ന സാധനങ്ങൾ, വെള്ളം കൊണ്ടായിരുന്നാലും, ഹല്ലേലൂയ, നാം കുടിക്കുന്ന പാനീയങ്ങൾ കൊണ്ടായിരുന്നാലും, ഹല്ലേലൂയ, നമ്മുടെ സംസാരം കൊണ്ടായിരുന്നാലും, നോട്ടം കൊണ്ടായിരുന്നാലും, ഹല്ലേലൂയ, നമ്മുടെ സ്വന്തം ഭവനം വിട്ട് നാം മറ്റൊരു ദേശത്തേക്ക് പോയാലും, മറ്റൊരു രാജ്യത്ത് ചെന്നാലും, മറ്റ് ജനങ്ങളോടൊപ്പം പാർക്കേണ്ടി വന്നാലും നമ്മളെ തന്നെ അശുദ്ധമാക്കുകയില്ലെന്ന് ദാനിയേലിനെ പോലും ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം. പ്രൈസ് ലോർഡ്. അങ്ങനെ ഉറപ്പുള്ള തീരുമാനത്തിൽ നിൽക്കുന്നവരെയാണ് ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ദാനിയേൽ തന്നെ ഒരു രാജകുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൻ. അപ്പം തനിക്ക് അതിന്റെ രാജകീയ പദവികളെ കുറിച്ച് അറിയാം, രാജകീയമായ അനുഭവങ്ങളെ കുറിച്ച് അറിയാം. ഹല്ലേലൂയ. അത് തന്നെ തന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദാനിയേൽ അത് കാരണമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ ഏത് വിധത്തിലാണ് വിശുദ്ധിയിൽ കർത്താവിനെ ആരാധിക്കുന്നത്? ദാനിയേലിനെ പോലെയുള്ള വിശുദ്ധി ഈ കാലഘട്ടത്തിലെ ദൈവസഭയ്ക്കുണ്ടോ, ദൈവമക്കൾക്കുണ്ടോ? ഹല്ലേലൂയ. ദൈവമക്കൾ ഒരു രാജ്യം വിട്ട് മറ്റ് രാജ്യത്തിലേക്ക് പോകുമ്പോൾ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും അവിടുത്തെ സംസ്കാരങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്നവരായി മാറിയില്ലേ? ദാനിയേല് പ്രവാസത്തിലേക്ക് പോയി ബാബേൽ സംസാരത്ത് ചെന്ന് കഴിഞ്ഞിട്ടും ദാനിയേല് തന്നെ തന്നെ അശുദ്ധമാക്കാതെ ദാനിയേൽ ദൈവകൃപയിൽ നിന്നതുപോലെ, ദൈവികമായ ജ്ഞാനത്തിൽ നിന്നതുപോലെ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ വിശുദ്ധി കാത്ത് സൂക്ഷിക്കണം. പ്രൈസ് ലോർഡ്. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ, ഒരു ദിവസം രാജാവായ നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു, മനസ്സ് വ്യാകുലപ്പെട്ടു. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും എല്ലാം വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. സ്വപ്നവും അർത്ഥവും അറിയിക്കാൻ ഞാൻ നിങ്ങളെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചു. വളരെ കടുത്തൊരു തീരുമാനം ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ് പുറപ്പെടുവിക്കുക. കാരണം എന്താ? രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. രാജാവ് സ്വപ്നം കണ്ടു. രാജാവ് സ്വപ്നം കണ്ടു നോക്കാൻ രാജാവ് വളരെ മാനസികമായി വളരെ ക്ഷീണത്തിലാണ്.
ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ വേണ്ടി ബാബേലിലുള്ള സകല മന്ത്രവാദികളെ, ആഭിചാരന്മാരെയും ശൂദ്രക്കാരെയും കൽദരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അവർ വന്ന് ആ രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തില്ലെങ്കിൽ അവരെയെല്ലാം കഷ്ണമായി നുറുക്കി അവരുടെ വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്നുള്ളൊരു തീരുമാനം. ഇത് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കാരണമായി. ഹല്ലേലൂയ. അങ്ങനെ ഒരു അപകടം, അങ്ങനെ ഒരു അനർത്ഥം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദാനിയേലിനെയും തന്റെ കൂടെയുള്ള ശത്രുക്ക് മേശക്ക് അഭിനവും ബാധിക്കുമെന്നുള്ളത് ദാനിയേലിന് അറിയാവുന്നത് കൊണ്ട് ദാനിയേൽ ഇസ്രായേലിന്റെ ദൈവത്തിന് ആശ്രയിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ദാനിയേലിന് എന്ത് ചെയ്തു? ദൈവം ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കൃപ കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ദാനിയേൽ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ദാനിയേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് തനിക്ക് സമയം തരണമെന്ന് എന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. ഹല്ലേലൂയ. ബാബേലിൽ മന്ത്രവാദികളും ആഭിചാരകന്മാരും വെളിച്ചപ്പാടന്മാരും ഇല്ലാഞ്ഞിട്ടല്ല, ജ്ഞാനികളുണ്ട്. പക്ഷേ അവർക്ക് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പൊരുൾ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. എന്നാൽ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ അതിവിശിഷ്ട ജ്ഞാനത്താൽ നിറയപ്പെട്ടവനും ദൈവകൃപയിൽ നിൽക്കുന്നതിനുമായതുകൊണ്ട് ദാനിയേലിലൂടെ ആ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ദാനിയേൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദാനിയേൽ കർത്താവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ അവന് ആ രഹസ്യം, ആ ദർശനത്തിനകത്തെ രഹസ്യം യഹോവയായ ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതേ സ്നേഹിത, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് ചില രഹസ്യങ്ങളെയൊക്കെ വെളിപ്പെടുത്തി തരും. ദാനിയേലിന്റെ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലൂടെ ഒന്നും പോകുന്നില്ല. ഇതെല്ലാം നന്നായിട്ട് പഠിച്ച് സുപരിചിതമായുള്ള ചില ചിന്തകൾ മാത്രമേ അത് നിങ്ങൾ പങ്കുവെക്കുന്നുള്ളൂ. ആ പങ്കുവെക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ദാനിയേലിനെ പോലെ വിശുദ്ധി ജീവിക്കണം എന്നുള്ളതാണ്. രക്തം ചെയ്യാൻ ദൈവം തന്നിരിക്കുന്ന ജ്ഞാനവും ദൈവം തന്നിരിക്കുന്ന കൃപയും കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. ദേശത്ത് ചില സ്വപ്നങ്ങൾ, ചില ദർശനങ്ങൾ നൽകി അത് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിക്കുവാനും അർത്ഥം മനസ്സിലാക്കിയെടുക്കുവാനും കഴിയാതെ വരുമ്പോൾ ദൈവകൃപയിൽ നിറയപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ദാനിയേലിനെ പോലെ വ്യാഖ്യാനിച്ചു കൊടുക്കണം. ദാനിയേലിനെ പോലെ വ്യാഖ്യാനിച്ചു കൊടുക്കണമെങ്കിൽ ദൈവകൃപ ആവശ്യമാണ്, വിശുദ്ധി ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഇഷ്ടം എന്നൊക്കെ പറയുന്ന ശുദ്ധീകരണമാണ്, വിശുദ്ധിയാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ ശുദ്ധീകരണം തന്നെ. അല്ലെങ്കിൽ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ശുദ്ധീകരണമാണ്, വിശുദ്ധിയാണ്. വിശുദ്ധിയിൽ നിറയപ്പെട്ട് നിൽക്കുന്നവരെയാണ് ദൈവം ശക്തമായി കരങ്ങൾ ഉപയോഗിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ ഹല്ലേലൂയ നാം ഈ ലോകത്തിന്റെ പാപങ്ങളിൽ, ലോകത്തിന്റെ കറകളിൽ, ലോകത്തിന്റെ മലിനതകളിൽ നാം മുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഒന്നിനു വേണ്ടിയിട്ടും നമ്മുടെ ജീവിത വിശുദ്ധി നാം നഷ്ടപ്പെടുത്തി കളയരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ കഴിയണം രക്തം ചെയ്യാൻ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ സൗകര്യം കിട്ടിയാൽ ഹല്ലേലൂയ ഏത് മനുഷ്യനും പിശാച് തകർക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യന്റെ ഉള്ളിൽ മോഹങ്ങളും പ്രലോഭനങ്ങളും ആശകളും ഇച്ഛകളും ഒക്കെ കൊണ്ടെത്തന്ന് പിശാച് ഏതു വിധത്തിലും ദൈവഭക്തകളെ തകർക്കുവാൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയുടെ ഉന്നതമായ നിലയിൽ നിൽക്കുന്നവരൊക്കെ പാപത്തിൽ വീഴുന്നു. വിശുദ്ധിയിൽ നിന്നവരെ, വേർപാടിൽ നിന്നവരെയൊക്കെ പിശാച് വീഴ്ത്തുന്നു. കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ട തലമുറകളെയൊക്കെ പിശാച് അടിയറവ് പറയിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചതിനെ കുറിച്ച് വേണ്ടത്ര തിരിച്ചറിവില്ലാതെ വന്നപ്പോൾ, അതിനെക്കുറിച്ച് വേണ്ടത്ര ദൈവികമായ ജ്ഞാനവും കൃപയും ദൈവമക്കൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിശാച് ദൈവഭക്തകളെ വീഴ്ത്തുവാൻ തുടങ്ങി, തലമുറകളെ വീഴ്ത്തുവാൻ തുടങ്ങി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, ജീവിതം ഒരിക്കൽ മാത്രമാണ്. രണ്ടാമതൊരു ജീവിതം നമുക്കിവിടെ ഇല്ല. ഒരിക്കൽ മാത്രമാണ് നമ്മുടെ ശുശ്രൂഷ. രണ്ടാമതൊരു ശുശ്രൂഷ ഇവിടെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ലഭിച്ച സമയം എന്ന് പറയുന്നത് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. വെളിപ്പാടുകൾ, ദർശനങ്ങൾ പ്രാപിക്കണം. ഹല്ലേലൂയ.
വെളിപ്പാടുകളും ദർശനങ്ങളും പ്രാപിക്കണം. ദൈവിക സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിയത്തക്ക നിലയിൽ ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം മുഴുവൻ പാപത്തിൽ അധംപതിച്ച് വീണുകൊണ്ടിരിക്കുക, പാപത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യനെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഓരോ സംഭവങ്ങളിലൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ നടുവിൽ ദൈവം തന്റെ ദാസന്മാരെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം, നാം വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതിനാണ് ഈ ദാനിയേലിനെ നമുക്ക് നല്ലൊരു മാതൃകയായി വേദപുസ്തകം വെളിപ്പെടുത്തി തരുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നെബൂഖദ്നേസർ കണ്ട നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥങ്ങൾ ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി. തുടർന്നുള്ള അധ്യായങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. വ്യക്തം ചെയ്യും. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനം, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, അല്ലെങ്കിൽ കർത്താവ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാ. പ്രൈസ് ദി ലോർഡ്. മേലാൽ സംഭവിക്കാൻ പോകുന്ന, ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന വിവരങ്ങളെക്കുറിച്ച്, രഹസ്യങ്ങളെക്കുറിച്ച്, ദൈവോത്തരത്തിന്റെ മർമ്മങ്ങളെക്കുറിച്ച് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവിക മർമ്മങ്ങളും രഹസ്യങ്ങളും വെളിപ്പെടുത്തി തരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളിൽ പലരെയും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം, ആത്മീയ വരങ്ങളിലെ ഒരു വരം ജ്ഞാനം ഉപദേശിക്കുന്ന വരമാണ്. ആത്മീയ വരങ്ങളിലെ ഒരു വരം എന്ന് പറഞ്ഞാൽ ദൈവികമായ ജ്ഞാനമാകട്ടോ. സ്വതന്ത്രം. ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസവും അറിവും കഴിവും പ്രാപ്തിയും ലോകപരിജ്ഞാനവും വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഒക്കെയുള്ള പരിചയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പല രാജ്യങ്ങളിലും ചെന്ന ആ രാജ്യങ്ങളിലെ ജനത്തിന്റെ ജീവിതം, സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ മനുഷ്യർക്ക് നല്ല അറിവുണ്ടെങ്കിലും ഹല്ലേലൂയ, യഥാർത്ഥമായി ദൈവികമായ മർമ്മങ്ങളെ, ദൈവികമായ രഹസ്യങ്ങളെ, ദൈവികമായ സ്വപ്നങ്ങളെ വെളിപ്പെടുത്തണമെങ്കിൽ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് പറ്റത്തില്ല. അതിന് ദൈവികമായ ജ്ഞാനമാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ലോകപ്രകാരമുള്ള ജ്ഞാനം കൊണ്ട് ഹല്ലേലൂയ ബാബേലിലെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും ശൂദ്രക്കാർക്കും കൽദയർക്കും രാജാവ് കണ്ട സ്വപ്നത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. ബാബേലിലുള്ളവർക്ക് ലോകപരമായ ജ്ഞാനമാണ്. അവിടെയാണ് ദാനിയേലിനെ ദൈവം അതിവിശിഷ്ട ജ്ഞാനത്താൽ ദാനിയേലിനെ നിറച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദാനിയേലിനെ പോലെ നാം ദൈവസന്നിധിയിൽ ആ ദർശനം പ്രാപിച്ചെടുക്കണം. അതിന് പ്രാർത്ഥന ആവശ്യമാണ്, വിശുദ്ധി ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവിക പരങ്ങളുടെ ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഞാൻ ഉപദേശിക്കുന്ന ആ ദൈവികമായ ജ്ഞാനം വരമാണ്. ഒരു സ്നേഹിതനെ കുറിച്ചോ, ഒരു സാഹചര്യത്തെക്കുറിച്ചോ, ഒരു സ്ഥലത്തെക്കുറിച്ചോ, ഒരു പ്രശ്നത്തെക്കുറിച്ചോ കർത്താവ് നിങ്ങൾക്ക് രഹസ്യം വെളിപ്പെടുത്തി തരുന്നതിനാൽ ഹല്ലേലൂയ നിങ്ങൾ ദൈവികമായ ജ്ഞാനത്തിന്റെ അവകാശിയായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനതാ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, ദാനിയേല് ബാബേലിലായിരിക്കുമ്പോൾ അവിടുത്തെ രാജാവിനെ കുറിച്ചും രാജാവ് കണ്ട സ്വപ്നത്തെക്കുറിച്ചും ആ ദേശത്തെക്കുറിച്ചും അവിടെയുള്ള ജനത്തെക്കുറിച്ചും ഒക്കെ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാനിയേൽ ദൈവികമായ ജ്ഞാനത്തിന്റെ അവകാശിയാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവം നിങ്ങൾക്ക് ഒരു വ്യക്തിയെക്കുറിച്ച്, ഹല്ലേലൂയ, ഒരു ദേശത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ദേശ സാഹചര്യങ്ങളെക്കുറിച്ച്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച്, അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് കർത്താവ് നിങ്ങൾക്ക് ദർശനത്തിലെ അതിന്റെ അർത്ഥങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ നിങ്ങൾ ദൈവികമായ ജ്ഞാനത്തെ നിറയുകയാണ്. പക്ഷെ നിങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് നടക്കണം. രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂതെന്ന് പറഞ്ഞ് നീ ദൈവത്തോട് ചേർന്ന് നടക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങൾ എത്രമാത്രം ചേർന്ന് നടക്കുന്നു, അനുഗമിക്കുന്നു, അത്രമാത്രം നിങ്ങൾ ദൈവികമായ ജ്ഞാനം കൊണ്ട് നിറയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സഭയ്ക്കകത്തും നമ്മുടെ കുടുംബത്തിനകത്തും നമ്മുടെ ജീവിതത്തിനകത്തും കുടുംബജീവിതത്തിനകത്തും ഒക്കെ പ്രശ്നം സങ്കീർണമായി മാറുന്നതിന്റെ കാരണം എന്താണ്? ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്.
പ്രൈസ് ദി ലോർഡ്. ദൈവസഭയുടെ തകർച്ച എന്ന് പറയുന്നത്, ആത്മജീവിതത്തിന്റെ തകർച്ച എന്ന് പറയുന്നത്, ദൈവികമായ ജ്ഞാനവും കൃപയും നഷ്ടപ്പെടുമ്പോൾ അത് സംഭവിക്കും, തകർച്ച സംഭവിക്കും. എന്നാൽ ദൈവികമായ ജ്ഞാനവും കൃപയിലും നിറഞ്ഞു നിൽക്കുന്ന ഭക്തന്റെ കുടുംബം എന്ന് പറയുന്നത്, അവന്റെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളൊരു കുടുംബത്തിലായിരുന്നാലും, നിങ്ങളൊരു സമൂഹത്തിലായിരുന്നാലും, നിങ്ങളുടെ ജോലി മേഖലയിലായിരുന്നാലും, നിങ്ങൾ കൂട്ട് കൃഷിയിലായിരുന്നാലും, കൂട്ട് ബിസിനസ്സിനകത്തായിരുന്നാലും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ മേഖലയിലും, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും, ഹല്ലേലൂയ, നിങ്ങൾ ദൈവികമായ ജ്ഞാനമുള്ളവരാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളിലൂടെയാണ് ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് ദാനിയേലിൽ സംഭവിച്ചത്. രക്തജയം. ബാബേലിൽ ആയിരിക്കുന്ന സകല സമയങ്ങളിലും തന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക. അല്ലേ, തനിക്ക് വേണേ ആ ദേശത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ അനുസരിച്ച് ദാനിയേലിന് വേണേ മുന്നോട്ട് പോകാമായിരുന്നു. തന്റെ കൂടെയുള്ള എബ്രായ ബാലന്മാരായിരിക്കും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, അങ്ങനെ പോകാമായിരുന്നു. പക്ഷേ അവരതിന് തയ്യാറല്ല. അവർ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇസ്രായേലിന്റെ ദൈവമുണ്ട്. ഇസ്രായേലിന്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവഭക്തന്മാർ ഒരിക്കലും ബാബേലിൽ മലിനപ്പെടാൻ അവർ തയ്യാറല്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 1 പത്രോസ് ലേഖനം 1:15-16 വാക്യങ്ങൾ വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അപ്പോസ്തലനിലൂടെ ആ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ നീക്കി വിശുദ്ധിയെ തികയ്ക്കണം. ദൈവത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുക്കമുള്ളവനായിരിക്കണം. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് നിങ്ങൾ ദാനിയേലിനെ പോലെ നിൽക്കുമ്പോൾ വരാൻ പോകുന്ന സംഭവങ്ങളെ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. പഴയ നിയമത്തിൽ നാം പല ഭാഗത്തും വിശുദ്ധിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പല ഭക്തന്മാരും വിശുദ്ധിയുടെ തീക്ഷ്ണതയിൽ ഉറച്ചു നിന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. പൗലോസ് ആദിയായ അപ്പോസ്തലന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ വിശുദ്ധിക്ക് സ്ഥാനമാനങ്ങൾ, വിശുദ്ധിക്ക് സ്ഥാനം കൊടുത്ത് നമുക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, എപ്പോഴും വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം അശുദ്ധമായതാണ്. ഈ ലോകം മുഴുവൻ അശുദ്ധമായതാണ്. അശുദ്ധമായ കാഴ്ചകളെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലായിരുന്നാലും, നമ്മുടെ മുമ്പിലേക്ക് TV ആയിരുന്നാലും, കമ്പ്യൂട്ടർ ആയിരുന്നാലും, നാം പൊതുമേഖലയിൽ സഞ്ചരിക്കും, പൊതുസ്ഥലത്തൂടെ സഞ്ചരിക്കും, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതെല്ലാം, എന്തിനേറെ പറയും, നാം മേടിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ പരസ്യങ്ങൾ പോലും അശുദ്ധമായ ചിത്രങ്ങൾ കൊണ്ട് കവറിങ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ അശുദ്ധമായത് മുഴുവൻ നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ കഴിയത്തക്ക നിലയിൽ അശുദ്ധമായത് ഓരോന്നും നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നീ അശുദ്ധിയിലേക്ക് പോകരുത്. ഹല്ലേലൂയ. അതിനെ നീ നിന്റെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കരുത്. ഈ ലോകത്തിൽ നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്ന സകല ചിത്രങ്ങളും, സകല അല്ലെങ്കിൽ ഇമ്പങ്ങളും പ്രലോഭനങ്ങളും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണും. ഹല്ലേലൂയ. അത് കണ്ടേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. കാരണം അങ്ങനെയായി പോയി ലോകം. പക്ഷേ ലോകത്തിന്റെ അശുദ്ധിയെ നീ കാണുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് നിനക്ക് മോഹം വരരുത്. നോക്കിക്കേ, ആ കാലഘട്ടത്തിൽ, ദാനിയേലിന്റെ കാലഘട്ടത്തിൽ, ബാബേലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ബാബേലിൽ ദാനിയേൽ ജീവിക്കുമ്പോൾ തന്റെ കണ്ണുകൾക്ക് മുമ്പിൽ തന്റെയും തന്റെ ശരീരത്തെയും തന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയും തന്റെ മേലുള്ള ദൈവിക വിളിയും ദൈവികമായ ജ്ഞാനവും കൃപയൊക്കെ നഷ്ടപ്പെടുത്തക്ക നിലയിലുള്ള ചിന്തകളും ചിന്താഗതികളും പ്രലോഭനങ്ങളും ദാനിയേലിനും കടന്നു വന്നു. ഹല്ലേലൂയ. പക്ഷേ ദാനിയേൽ തന്നെ അശുദ്ധമാക്കിയില്ല, വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലേറെ കേൾക്കുന്ന സ്നേഹിക്കുന്ന ആരെല്ലാം വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നു, അവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചതിന്റെ കുടുംബം എത്ര മനോഹരമാകുമെന്നറിയാവും. വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിങ്ങളുടെ കുടുംബജീവിതം എത്ര മനോഹരമാകുമെന്നറിയാവും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുടുംബം ജീവിതം തകരുന്നത്?
അവിടെ കുടുംബത്തിനകത്ത് ഛിന്ന ഭിന്നമായ അനുഭവങ്ങൾ കടന്നു വരുന്ന പ്രശ്നങ്ങൾ കടന്നു വരുന്നത് പരസ്പരം വിശ്വാസമില്ലാതെ ജീവിത വിശുദ്ധിയെ തകർത്ത് അവിശ്വാസം വാഞ്ചനകൾ പെരുകുമ്പോൾ അല്ലെങ്കിൽ കുടുംബ ജീവിതം തകരുന്നു. ഇന്നതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, ദാനിയേലിനെ പോലൊക്കെ നിൽക്കാൻ പഠിക്കണം. രക്തം ചെയ്യും ജീവിതത്തെ നമ്മൾ ഒരിക്കലും തകർക്കുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പണ്ട് മോശ പറഞ്ഞതുപോലെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്ഷത്ത് നിൽക്കണം. ഹല്ലേലൂയ. ലോകത്തിന്റെ പക്ഷത്തും ലോകക്കാരുടെ പക്ഷത്തും സാത്താന്റെ പക്ഷത്തും അല്ല നിൽക്കേണ്ടത്. യേശുവിന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കണം. ദൈവത്തോട് ചേർന്ന് നടക്കണം. അവന്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കണം. ഒരുവൻ എന്നെ അനുഗമിക്കാൻ, ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശു സുവിശേഷത്തിൽ പറഞ്ഞത്. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദാനിയേലിന്റെ കാലഘട്ടത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും രക്തം ചെയ്യും ഈ വചനം ദാനിയേലിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി കാണും. ഹല്ലേലൂയ. യഹോവയായി ദൈവത്തെ അനുഗമിക്കുവാൻ തീരുമാനമെടുത്ത ദാനിയേൽ, ഹല്ലേലൂയ, സ്തോത്രം, തന്നെത്താൻ ത്യജിച്ചു ലോകമോഹങ്ങളെ മുഴുവൻ വെറുത്തു. ഹല്ലേലൂയ. യഹോവയായി ദൈവത്തോട് ചേർന്നിരിപ്പാൻ തയ്യാറായി പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ദൈവത്തിനെ സമർപ്പിച്ചു കൊടുത്ത് അത് ദാനിയേലിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറി. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിക്ക് സ്ഥാനം കേട്ടോ. ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധി എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ദൈവികമായ ജ്ഞാനത്തിന്റെ ഭാഗമായി മാറണം. ഇതേ അനുഭവത്തിലൂടെയാണ് യേശു സ്നേഹിച്ച യോഹന്നാനും കടന്നുപോയത്. ദാനിയേലിനെ പോലെ തന്നെ യോഹന്നാനും കടന്നുപോയി നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ക്രിസ്തു മുഖാന്തരം, ക്രിസ്തുവിന്റെ സുവിശേഷം മുഖാന്തരം പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടെങ്കിലും, ഹല്ലേലൂയ, പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട ഈ യോഹന്നാൻ, ഹല്ലേലൂയ, മേലാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, ഹല്ലേലൂയ, ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിന്റെ പിന്നിലും യോഹന്നാന്റെ ജീവിതത്തിലും ഇതുപോലെ വിശുദ്ധി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്കാണെങ്കിലും, ഹല്ലേലൂയ, യോഹന്നാനും ദൈവത്തോട് ചേർന്നായിരിക്കുന്നേ. ദാനിയേല് ദൈവത്തോട് ചേർന്നിരുന്ന പോലെ യോഹന്നാനും ദൈവത്തോട് ചേർന്നായിരിക്കുന്നേ. ദാനിയേൽ രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നെങ്കിൽ പത്മോസിന്റെ ഏകാന്തതയിലായിരിക്കുന്ന യോഹന്നാൻ മേലാൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് മറനീക്കി വെളിപ്പെടുത്തി തരികയാണ്. ജീവിത വിശുദ്ധി ഉള്ളവനെ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ദൈവത്തോട് ചേർന്നിരുന്നാലും ദൈവത്തോട് ചേർന്ന് നടന്നാലും ഭക്തിയുടെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ജനത്തിന്റെ മുമ്പിൽ നിങ്ങളെ തന്നെ വെളിപ്പെടുത്തിയാലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശുദ്ധിയില്ലെങ്കിൽ ദൈവിക ദർശനങ്ങൾ കിട്ടത്തില്ല. പുറമേ അല്ല നമ്മളെല്ലാം വെളിപ്പെടുത്തേണ്ടത്, അകത്ത് വിശുദ്ധി ഉണ്ടായിരിക്കണം, ഹൃദയത്തെ വിശുദ്ധി. അതുകൊണ്ടാണ് യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ നമ്മോട് അറിയിച്ചത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദാനിയേലിനുള്ള ബന്ധത്തിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക. ദാനിയേൽ പറയും, ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവികമായ രഹസ്യങ്ങളെ വ്യാഖ്യാനിക്കുവാൻ ദൈവകൃപ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെടത്തുള്ളൂ എന്ന് ദാനിയേൽ പറയും. യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാനും പറയും, ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയുള്ളൂ. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ വേറെ സംഭവിക്കാൻ പോകുന്ന ദൈവികമായ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുള്ളൂ എന്ന് യോഹന്നാനും പറയും. ഹല്ലേലൂയ. അപ്പൊ യേശു അത് നമുക്ക് വെളിപ്പെടുത്തുന്ന ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യന്മാർ, ദൈവത്തെ കാണും. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പം വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, ദാനിയേലിന്റെ തീരുമാനം നമ്മുടെ ഹൃദയത്തെ ആകർഷിക്കണം. രാജാവായ ദാരിയേവേശിനോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യരോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയും എന്നൊരു നിയമം പുറപ്പെടുവിച്ചപ്പോൾ പോലും
ദാവീദ് അമലലിയ സ്തോത്രം അല്ലലിയ ദൈവത്തോട് ചേർന്നിരുന്നത് പോലെ, മോശ ദൈവത്തോട് ചേർന്നിരുന്നത് പോലെ, ഏലിശ തുടങ്ങിയവർ ദൈവത്തോട് ചേർന്നിരുന്നത് പോലെ, അബ്രഹാം ദൈവത്തിൽ വിശ്വസ നീതിയായി കണക്കിട്ടതുപോലെ ദാനിയേലും ദൈവത്തോട് ചേർന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. അനവധി ഭക്തന്മാർ ദൈവത്തോട് ചേർന്നിരുന്നു. അതുപോലെ തന്നെ നാമെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളയുമെന്ന് ദാനിയേലിന് ആ ഭീഷണി വന്നപ്പോഴും ഹല്ലേലൂയ, ദാനിയേൽ കർത്താവിനെ സ്നേഹിച്ച നിമിത്തം താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദാനിയേലിനെ കൊന്നുകളയുവാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു. ഏത് സമയത്തും ദാനിയേലിന്റെ ജീവിതം അവസാനിക്കാൻ, ജീവൻ നഷ്ടപ്പെടാം. അങ്ങനെ ദാനിയേലിനെതിരെ ഒരു തീർപ്പുണ്ടാക്കി, രാജകൽപ്പന ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുന്നു. ദാനിയേലിന് അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാനിയേൽ ദൈവത്തിനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതാണ് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങൾക്കെതിരെ പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ, പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ, ഇവിടുത്തെ നിയമങ്ങൾ നിങ്ങൾക്കെതിരെ രേഖകൾ തയ്യാറാക്കുമ്പോൾ, ഇവിടുത്തെ ഭരണാധികാരികൾ നിങ്ങൾക്കെതിരെ രേഖകൾ എഴുതുമ്പോൾ, ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ തകർത്ത് കളയാൻ, ക്രൈസ്തവ വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യുവാൻ, ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ കുടുംബത്തെ ഇല്ലായ്മ ഇവിടുത്തെ അധികാര വർഗങ്ങൾ വിവിധ രേഖകൾ തയ്യാറാക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കണം. ദാനിയേലിനെ പോലെ നിങ്ങൾ ദിവസം ദാനിയേൽ ചെയ്തു വന്നതുപോലെ നിങ്ങൾ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾക്കെതിരെ കൊണ്ടുവരുന്ന സകല നിയമങ്ങളെ മാറ്റി എഴുതുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. രക്തം ചെയ്യും. ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിനകത്തെ പ്രാർത്ഥനയും വിശുദ്ധി തന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്, തന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. രക്തം ചെയ്യും. എന്തുകൊണ്ടാണ് ശ്രോതാവി നിനക്ക് ഉയരാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് നിനക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് നിനക്ക് വിജയിക്കാൻ കഴിയാതെ പോയത്? എന്താണ് നിന്റെ ജീവിതത്തിൽ ഇന്നും തകർച്ച കിടക്കുന്നത്? ദാനിയേലിനെ പോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയി. ദാനിയേലിന്റെ ജീവിത വിശുദ്ധി നിനക്ക് നഷ്ടപ്പെട്ടു പോയി. അത് മുഖാന്തരം നിന്റെ ജീവിതത്തിലും നിന്റെ ശുശ്രൂഷയിലും എല്ലാം തകർച്ചകൾ നേരിട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. അപ്പം അവൻ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി, ഹല്ലേലൂയ, മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എന്തു തന്നെ സംഭവിച്ചാലും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് നിർത്തുകയില്ല എന്നൊരു തീരുമാനം. ദാനിയേൽ പറയാണ്, എന്തെല്ലാം സംഭവിച്ചാലും, എന്റെ ജീവൻ അപകടത്തിലായാലും, സിംഹത്തിന്റെ ഗുഹയിൽ എന്നെ എറിഞ്ഞു കളഞ്ഞാലും, സിംഹത്തിന് ഞാൻ ഭക്ഷണമായി മാറിയാലും, ഹല്ലേലൂയ, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. മനുഷ്യനോട് അപേക്ഷ കഴിക്കുകയില്ല എന്ന ഉറച്ച തീരുമാനത്താൽ ദാനിയേലിനെ, ഹല്ലേലൂയ, ആമേലിയ ദൈവം ബലപ്പെടുത്തി. മനുഷ്യനോടൊരിക്കലും ദാര്യാവേശ് രാജാവിനോട് ഒരു അപേക്ഷയുമായി, ഒരു വിടുതലിന്റെ ആവശ്യമായി ദാനിയേൽ കടന്നു ചെല്ലാതെ താൻ സ്നേഹിക്കുന്ന, താൻ സേവിക്കുന്ന യഹോവയായി ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ഉണ്ടായിട്ടും ദാനിയേലിനെ അവർ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. ഹല്ലേലൂയ. അവർ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. എന്നാൽ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവി, തിരുമുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ച് പിന്നത്തേതിൽ രാജാവിന്റെ ചോദ്യത്തിന് ദാനിയേൽ മറുപടി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത്ര വിശുദ്ധനായിരുന്നു. നിങ്ങൾ ആ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 16 തൊട്ട് താഴോട്ടൊരു വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ കഴിയും. അങ്ങനെ ദാനിയേലിന് ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതൽ കണ്ടിട്ടാണ്
രാജാവ് പറഞ്ഞത്, ദാര്യാവേശ് രാജാവ് ജനത്തോട് പറയുന്നത്, ബാബേലിലുള്ള ജനത്തോട് പറയുന്നത്, ഹല്ലേലൂയ, എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിനും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നുവെന്ന് രാജാവ് പറയാൻ കാരണമായി. അത് നീ ജീവിത വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചാൽ, ജീവിത വിശുദ്ധിയോടെ നീ നടന്നാൽ, ജീവിത വിശുദ്ധിയോടെ നീ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനയിലും ആരാധനയിൽ നിന്നാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഏതായിരുന്നാലും, ജീവിതത്തിൽ ദുഃഖത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നാലും, നീ ദൈവത്തോട് ചേർന്നതെങ്കിൽ ആമേ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞ ദാനിയേലിനെ തിന്നുവാൻ കഴിയാതെ, ഭക്ഷിപ്പാൻ കഴിയാതെ വണ്ണം സിംഹങ്ങളുടെ വായടച്ച് കളഞ്ഞ കർത്താവ് നിനക്കെതിരെ നിൽക്കുന്ന സകല ശത്രുവിന്റെ പോരുകളെ ദൈവം നീക്കിത്തരും. നിനക്കെതിരെ എഴുതിയിരിക്കുന്ന സകല കൈയെഴുത്തും ദൈവം നീക്കിത്തരും. ഹല്ലേലൂയ. അങ്ങനെ ദാനിയേലിനെ രക്ഷിച്ചു. ബാബേലിൽ വെച്ച് അവനെ ദൈവം ഉയർത്തി. ദാനിയേലിനെ ദാനിയേലിന്റെ പുസ്തകം 22 നമുക്ക് വായിച്ച് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളെ തീഷ്ണതയോടെ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. അതുകൊണ്ട് പിന്നത്തേതിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. അല്ലെങ്കിൽ ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചു. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും ശോഭിക്കും. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം അവസാന അധ്യായം, ഹല്ലേലൂയ, 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അത് ദൈവശബ്ദം കേൾക്കണം. നമ്മള് ദൈവശബ്ദം കേട്ടുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണം. ഈ ലോകത്തിന് ഒന്നിനും വേണ്ടി നിങ്ങളെ അശുദ്ധമാക്കരുത്, മലിനപ്പെടുത്തരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ഈ ദൈവത്തിനെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം ഒരുപാട് വായിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകം പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ എന്തെല്ലാം പഠിച്ചാലും കേട്ടാലും പഠിപ്പിച്ചാലും ദാനിയേലിനെ പോലെ ഹൃദയത്തിനകത്ത് വിശുദ്ധി ഉണ്ടാകുന്നില്ലെങ്കിൽ, ഹൃദയത്തിനകത്ത് നല്ലൊരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് പഠിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. ദാനിയേൽ പഠിച്ചെങ്കിലും, ദാനിയേൽ പുസ്തകം എഴുതിയെങ്കിലും തന്റെ ഹൃദയത്തിന്റെ വിശുദ്ധി, ഹല്ലേലൂയ, അത് തന്നെ ബാബേലിനെ ഉന്നതമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു. ദാനിയേലിന്റെ വിശുദ്ധി മുഖാന്തരം, ഹല്ലേലൂയ, ബാബേലിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദാനിയേൽ മുഖാന്തരം സംഭവിച്ചു. വേദപുസ്തകത്തിലെ അനവധി ഭക്തന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഇന്ന് പകൽ കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് പകൽ നിങ്ങൾക്ക് ദാനിയേലിനെ പോലെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് നിൽക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങൾ ഏത് രാജ്യത്ത് എന്നാൽ അവിടുത്തെ ഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും നിങ്ങളെ അശുദ്ധമാക്കിയില്ല. അവിടെ നിങ്ങളുടെ കണ്ണുകൾക്ക് ഇമ്പമാകുന്നത് ഒന്നുകൊണ്ട് നിങ്ങളെ അശുദ്ധമാക്കിയില്ലെന്ന് ഉറപ്പ തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളെല്ലാം ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ തകർന്ന ജീവിതത്തെ, നിന്റെ തകർന്ന കുടുംബത്തെ, നിന്റെ തകർന്ന പോയ ശുശ്രൂഷയെ, നിന്റെ തകർന്ന ആത്മജീവിതത്തെ ദൈവം പുതുക്കി പണിതെടുത്ത് ദേശത്തെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ദൈവം ചില രഹസ്യങ്ങളെ നിനക്ക് വെളിപ്പെടുത്തി തന്ന് ആ ദേശത്ത് ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു തീരുമാനമെടുക്കാമോ? കർത്താവേ, എനിക്ക് വിശുദ്ധി ആവശ്യമാണ്, വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞ് കർത്താവോട് പ്രാർത്ഥിച്ചതിനോട് പഞ്ചായത്ത് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരും ചെറിയവരും, ശൈശവത്തിലും ബാല്യത്തിലും കൗമാര യുവനത്തിലും വാർത്തകത്തിലും ആരംഭത്തിലും അസമയാചകർ, ഓർഫനേജ്, കർത്താവയിലായിരിക്കും ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനത്തെ, കർത്താവിന്റെ അധികാരികളെ, കർത്താവിന്റെ കരസേന, വ്യോമസേന, നാവിക സേനാധികാരികൾ, അല്ലെങ്കിൽ CRP, കർത്താവ് ക്രമസമാധാന പാലക, നിയമനിർമ്മാണ രംഗത്ത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്ന പോലീസും വിവിധ വകുപ്പുകളെയും, കർത്താവ് കരയിലും കടലും ആകാശമാർക്കും വാഹനം ഓടി യാത്ര ചെയ്താൽ സഞ്ചരിക്കുന്ന വാഹന നിർമ്മാതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, കടയിലോര വാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവർ, കർത്താവ് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്ന കമ്പനികൾ, ഫാക്ടറികൾ, ഖനികളിൽ ജോലി ചെയ്യുന്നവർ, ചെറുത് വലുതായ വ്യാപാരികൾ,
വ്യവസായ വഴിയോര കച്ചവടക്കാരെ, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, ബാങ്കിങ് മേഖല, കർത്താവ് എല്ലാ പൊതുമേഖലയിലും പ്രവർത്തിക്കുന്നവരെ, കർഷക രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെയും, മത സാമൂഹിക സാംസ്കാരിക സംഘടന ചേർത്ത് മാധ്യമ മീഡിയ രംഗത്ത് നിൽക്കുന്ന സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ, ഭരണവിദേശ പാർട്ടികളെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. മദ്യത്തിന്, മൈക്കിൽ, മനസ്സിലാക്കി അടിമപ്പെട്ടുകളെ, തീവ്രവാദികൾ, ഭീകരവാദ വർഗീയവാദികളെ, സകല ഭരണാധിപന്മാരെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല അശുദ്ധിയും ജനം വിടിവിക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങൾ കടന്നുപോയി ജോലിക്കായി കടന്നുപോയി കഷ്ടം സഹിക്കുക, വേദന അനുഭവിക്കുക, നാട്ടിലേക്ക് കടന്നുപോയി വിസ നഷ്ടപ്പെട്ട, വിസ പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവർ, ദേശരാജ്യ ജോലിക്ക് കടന്നു പീഡന സൗകര്യമാർ, ജയിലിൽ കിടക്കുന്നവർ, മദ്യപാനത്തിൽ വൃപ്പുത അകപ്പെട്ടു പോയവർ എല്ലാം ദൈവം സന്ദർശിക്കണമേ. ഉള്ള ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി 140 കോടി ജനം, 6 ലക്ഷത്തെ ഗ്രാമങ്ങളുടെ ശുദ്ധീകരണത്തിനായി, കേരളത്തിലെ 3-4 ജില്ല, 3.25 കോടി ജനത്തിന്റെ ശുദ്ധീകരണം, അധികാരികളുടെ ശുദ്ധീകരണത്തിനായി, ലോകരാജ്യങ്ങളിൽ 7 ഭൂഖണ്ഡങ്ങളുടെ ശുദ്ധീകരണത്തിനായി 800 കോടിയിലധികം ജനത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനത്തോട് ഇടപെടുമാറാകണമേ. സുവിശേഷം മുഖാന്തരം കഷ്ടം സഹിക്കുന്ന ദൈവദാസിദാസന്മാരുടെ കുടുംബങ്ങളെ, തലമുറകളെ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ജയിൽ തടവിശേഷി അനുഭവിക്കുന്ന ദൈവദാസിദാസന്മാർ ഒരു വിടുതൽ അവർക്ക് ദൈവം കൊടുക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽ നടക്കുന്ന എല്ലാ ആരാധന കൂട്ടങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. സകല ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.